നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റൺഔട്ട് ആകാതിരിക്കൂ. തങ്ങൾപ്പടി ഗ്രാമം. കടലും കായലും ഇഴചേർന്ന് കിടക്കുന്ന സുന്ദരമായ ഒരു കൊച്ചു ഗ്രാമം. ഹിന്ദുവും ക്രിസ്ത്യനും മുസൽമാനും അയൽപക്കം തീർക്കുന്ന ഈ ഗ്രാമത്തിന് തങ്ങൾപ്പടി എന്നു പേര് വന്നതിന് പിന്നിലും ഒരു ചരിത്രമുണ്ട്. ഇവിടെ നിന്നാണ് ആ ചരിത്രം തുടങ്ങുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിക ദീൻ പ്രബോധനത്തിനായി കടൽ കടന്ന് ഈ ദേശത്ത് വന്ന ഹസ്രത്ത് നസറുദ്ദീൻ ഔലിയയുടെ മക്ബറയാണിത്. കഴിഞ്ഞ വർഷം വേലിയേറ്റത്തിൽ കടൽ കലിതുള്ളിയപ്പോൾ ഈ പ്രദേശത്ത് മാത്രം കടൽ ശാന്തമായി തലകൊമ്പിട്ട് നിന്നു. അത് ഈ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന മഹാനവറുകളുടെ കറാമത്താണെന്നാണ് ഇവിടത്തുകാരുടെ വിശ്വാസം. ഇത് സെയ്ദലവി. മക്ബറയുടെ മേൽനോട്ട ഉത്തരവാദിത്വം മഹല്ല് കമ്മിറ്റി ഏൽപ്പിച്ചിരിക്കുന്നത് സെയ്ദലവി എന്ന ഈ മുക്രിയുടെ കയ്യിലാണ്. ഇതാണ് ജലാല്.
മുസ്ഹഫും കിതാബുകളും ഉറുക്കും തസ്ബിയും ഒക്കെ വിറ്റ് മക്ബറയുടെ പരിസരത്ത് ഉപജീവന മാർഗം നോക്കുന്ന ഒരാൾ. ഒരു വീര്യം കൂടി ഇല്ല. ഇദ്ദേഹമാണ് പത്രോസ്. മക്ബറയിൽ ചൂടാൻ നേർച്ചയ്ക്ക് മുല്ലപ്പൂ തയ്യാറാക്കി വിൽപ്പന നടത്തുന്ന ഒരു സാധു. മക്ബറയിലെ ആവശ്യങ്ങൾക്ക് മാത്രമല്ല, മുൻകൂട്ടി പറഞ്ഞാൽ കല്യാണ ആവശ്യങ്ങൾക്കും പത്രോസ് മുല്ലപ്പൂ എത്തിച്ചു നൽകാറുണ്ട്. ആ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഇന്ന് ഈ ഗ്രാമത്തിൽ ഒരു കല്യാണം നടക്കുന്നുണ്ട്. ഇദ്ദേഹമാണ് ദാവൂദ്. തങ്ങൾപ്പടിയിലെ ഒരു കൈപ്പണ്ടാരിയാണ്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നാം, തങ്ങൾപ്പടിയിലെ പ്രധാന പണ്ടാരി ആരാണെന്ന്. അത് വഴിയെ പറയാം. ഈ മൂപ്പരാണ് കൃഷ്ണൻ. ഉടുപ്പില്ല കൃഷ്ണൻ എന്നാണ് നാട്ടുകാർ വിളിക്കാറ്. അങ്ങനെ വിളിക്കാനും ഒരു കാരണമുണ്ട് കേട്ടോ. കൃഷ്ണൻ തന്റെ വിവാഹ ദിവസം രാവിലെ കുളിച്ചൊരുങ്ങി പുതുവസ്ത്രം ധരിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് ആ ദുഃഖവാർത്ത ഒരാൾ കൃഷ്ണന്റെ ചെവിയിൽ ഒന്ന് പറയുന്നത്. വാർത്ത മറ്റൊന്നുമല്ല, നവവധു കാമുകനോടൊപ്പം ഒളിച്ചോടി. പോരെ പൂരം. അന്നു മുതൽ കൃഷ്ണൻ ശപഥം ചെയ്തതാണ് ഇനി കൃഷ്ണന്റെ ജീവിതത്തിൽ ഉടുപ്പും പെണ്ണും ഉണ്ടാവില്ലെന്ന്. അങ്ങനെ കൃഷ്ണൻ ഉടുപ്പില്ല കൃഷ്ണനായി. ഈ വിവാഹ ഘോഷയാത്രയിൽ നിന്നാണ് നമ്മളെ കഥ തുടങ്ങുന്നത്. അതായത് ഈ വധൂവരന്മാരിൽ നിന്ന്. പരീദ് വെഡ്സ് ഹൗവാ ബേബി. പത്രോസേട്ടാ, എന്താത് പരീത് വലിയ ഗൗരവത്തിലാണല്ലോ. എന്താലേ? ഓ, നമ്മൾ കല്യാണത്തിന് പോയിട്ട് നേരത്തെ ഇങ്ങോട്ട് പോന്നില്ലേ, അതിന്റെയാ. പരീതിന് അറിയാടോ ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന്. ആ 2 ദിവസം കഴിയുമ്പോ അതിന്റെ പിണക്കം അങ്ങ് മാറിക്കോളും. അത് ശരിയാ. അതെ, ഇതൊന്ന് നോക്കിയേക്കണേ, ഞാൻ സിയാറത്ത് ചെയ്തിട്ട് വരാം. പോയിട്ട് വാ, ഞാൻ നോക്കിക്കോളാം. യാ റബ്ബേ, ജലാലിക്കാട് ദേഹത്ത് തകള് വാപ്പായ. ഹസൻ ഇബ്നു ഗിയാസുദ്ദീൻ യാ ഗരീബ് നവാ.
കാരുണ്യത്തികവോ നീ സ്നേഹത്തിൻ നികിരിയേ നീയാകും വരിൽ ഞാൻ ചേർന്നിടണേ രാവിൻ പകലിനുടയോ നീ ആയുസിനും സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് വബിഹംദി അല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലാഹ് മർഹബാ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് വബിഹംദി അല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലാഹ് മർഹബാ സുബഹിയിൽ ആർദ്രമായി മഗ്‌രിബിൽ സാന്ദ്രമായി നിന്നോടെല്ലാം തേടുന്നേ കിളറുമീ താമ്പു പോലും തലകുനിച്ചിടവേ നിവറുമീ ചില്ലകൾ കരമുയർത്തിയിടവേ ഗിരിനിരമുടികൾ കടലിലെ അലകൾ നാമം ചൊല്ലുന്നു ഇരുട്ടിനും ഇതേ വെളിച്ചത്തിൻ നാദാവിൻ കരപരിലാളനമേ കൂടി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് വബിഹംദി അല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലാഹ് മർഹബാ അല്ലാഹ് മർഹബാ സിരയിലും ചാരയാൽ എന്നോടും മിഴികൾ ദീപ്തിയാൽ എന്നോടും ഉയിരിലെ സ്പന്ദമേതും അറിയുവോ നാണു നീ വരുമണൽ കാട്ടിലും കുളിരുമീ ചോല നീ കരളിലെ അറകൾ എരിയുമീ ജലകൾ വിധിക്കാനും നീയാണെടുക്കാനും നീയാളൻ മറവിയിലോർമ്മയിൽ വാഴൂ നീ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് വബിഹംദി അല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലാഹ് മർഹബാ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് വബിഹംദി അല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലാഹ് മർഹബാ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് വബിഹംദി അല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലാഹ് മർഹബാ അല്ലാഹ് മർഹബാ അല്ലാഹ് മർഹബാ അല്ലാഹ് മർഹബാ അല്ലാഹ് മർഹബാ. അല്ല, നിങ്ങൾ ഫോട്ടോ എടുക്കാൻ തന്നെ നിൽക്കണോ? ആ മക്കനെ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ മുഖം കിട്ടിയേനെ. അല്ലോ, മക്കനെ മാറ്റിയ എന്നെ മക്കളെ ഇക്ക് കൊല്ലും. അയ്യോ, അത് കൊള്ളാം സാറേ. അവർക്ക് വേണ്ടെങ്കിൽ നമുക്കെന്തിനാ, എടുത്തു വിട് സാറേ. ആ ചേർന്നിട്ട് കുറച്ചും കൂടി ദാ ഇങ്ങോട്ട് തന്നെ നോക്കണം. പരീത് കുഞ്ഞുണ്ടോ? ഉണ്ട് സാറേ, ഞാനാ. ഇത് നിങ്ങൾ തന്നെയാണോ? അല്ലാ, തിരിച്ചറിയ കാർഡ് നോക്കി ആളെ തിരിച്ചറിയാൻ പടച്ച തമ്പുരാന് പോലും കഴിയില്ല സാറേ. സൈലൻസ്. ഹൗവ ബീവി, മെഹറിനീസ പരീദ്.
എല്ലാം ഒപ്പത്തിനൊപ്പമാണല്ലോ. ഒന്ന് ചേർന്നേക്കു. ആ ചേർന്ന് ഇയാളിപ്പുറത്തേക്ക് വാ. കുറച്ചും കൂടി. ആ ദാ ഇവിടെ നോക്ക്. ഇങ്ങോട്ട് തന്നെ നോക്കണേ. ആ ശ്ശേ, നല്ല ഐശ്വര്യമുള്ള മുഖങ്ങള്. അത് തന്നെ കഷ്ടം. എന്തായാലും കൊള്ളാം. സാറേ, ഉള്ള വെളിച്ചത്തിൽ ഈ ഫോട്ടോ എടുത്ത് വിടാൻ നോക്ക്, അല്ലെങ്കിൽ ഇന്നും നാളെയും തീരത്തില്ല നമ്മുടെ ഈ പണി. ആ കുറച്ചും കൂടി ചേർന്ന് വെച്ച്. ആ നേരെ നോക്ക്. ആ ഇങ്ങോട്ട് നോക്ക്. നോക്കി നിങ്ങൾ പോയിക്കോ, ഞാനതൊന്ന് വിളമ്പിട്ട് വന്നേക്കാം. ഞാനവിടെ ഇറങ്ങുവേ. എന്താടോ ഇത്ര വൈകിയത്? വേഗം വരാന്നോർത്ത് പോയതാ. അവിടെ ചെന്നപ്പോ ഭയങ്കര തിരക്ക്. വേഗാവട്ടെ. കാലങ്ങൾ കുറെ കഴിഞ്ഞുപോയി. പരീത് ഇന്ന് തങ്ങൾപ്പടിയിലെ പ്രധാന പണ്ടാരിയാണ്. നല്ല കൈപുണ്യത്തിന്റെ സ്വാദുള്ള അസൽ പണ്ടാരി. ആ ഗേറ്റിന്റെ അവിടെ നിർത്തിക്കാം. മക്കള് പോയിക്കോ, ഉമ്മ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് വരാം. ശരി ഫൈസലെ. ഹൗവ ഇന്ന് പ്രസവാനന്തര ശുശ്രൂഷക്ക് വീടുകളിൽ നിൽക്കുന്ന പേറ്റുകാരിയാണ്. തങ്ങൾപ്പടിയിലെ കുട്ടികൾക്ക് പെറ്റുമ്മയേക്കാൾ സ്നേഹം ഹൗവ ബീവിയോടാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. തങ്ങൾക്ക് കാലം നിഷേധിക്കപ്പെട്ട സൗഭാഗ്യങ്ങളെ തൊഴിലുകളാക്കി സ്വപ്നങ്ങളിൽ ജീവിക്കുന്ന ഇവരുടെയും പഴക്കം ചെന്ന നാരുപോയ ബ്രഷ് കൊണ്ട് ദൈവം വരച്ചൊപ്പിച്ച ഛായാചിത്രങ്ങളായ ഈ 3 പെൺമക്കളുടെയും കഥയാണ് ഇനി. അവര് വന്നെന്ന് തോന്നുന്നു. എന്താ അവിടെ തന്നെ നിന്ന്? കേറി പോര് പിള്ളേരെ. വാ ഇങ്ങോട്ട്. എത്ര നേരെ കാത്തിരിക്കണെന്ന് അറിയോ? അല്ല, വാപ്പി ഉമ്മ എവിടെ? അവര് വരുന്ന വഴിക്ക് ഇറങ്ങി. ഞാനൊരു ആലോചനയുടെ കാര്യം പറഞ്ഞില്ലേ? മെഹറെ, നിന്നെ പെണ്ണ് കാണാൻ വന്നവരാ. സുനീറെ, ആ വെള്ളത്തട്ടതാ കുട്ടി. ഇതാ പെണ്ണ്, മെഹറുന്നീസ. ഞങ്ങള് മെഹറെന്ന് വിളിക്കും. ഇങ്ങനെ നാണം കൂടി നിൽക്കാതെ ചെന്ന് വാതിൽ കൊടുക്കു വെച്ചേ. ഭയങ്കര നാണമുള്ള കുട്ടികളാണേ. എനിക്ക് ചായ എടുക്കാം. വരുന്നേ. എന്താ ഫസീല? വാപ്പനെ വിളിക്കാനാ ഫോൺ തരോ? കൃഷ്ണ, ഒരു പാക്കറ്റ് അച്ചപ്പോ, ഒരു പാക്കറ്റ് ഉണ്ണിയപ്പോ. ഇന്നാരെങ്കിലും വരുന്നുണ്ടോ മെഹറിന്റെ പെണ്ണ് കാണാൻ? ഇത് നടക്കും വരില്ല. ശരി ശരി, പോയിട്ട് വാ.
മോളേതായാലും അങ്ങോട്ട് ചെല്ല്. അപ്പോഴത്തേക്ക് ഉമ്മയും മാപ്പ ഇങ്ങെത്തും. ചെല്ല്. ഇത്ര ധൈര്യമായിട്ട് ചെല്ലുന്നേ. നടക്കും മോളെ. കഷ്ടം, വെറുതെ മനുഷ്യന്റെ സമയം കളഞ്ഞ്. വേഗം നടക്കിക്ക. ഇതവരാണല്ലോ. നാട്ടിൽ വേറെ പെണ്ണില്ലാഞ്ഞിട്ടാണ്. സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അയ്യേ, ഓർത്തിട്ട് തന്നെ ഓക്കാനം വരുന്നു. അല്ലാ തിരുപേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്താർ വേദാംബർ. ആലം ഉടയോവർ ഏകൽ അരുളാലേ ആയേ മുഹമ്മദ് ഔകീള ആയോവർ വല്ലേ നീലത്തിന്നും വാലേക്കും സലാം. ആ ദാവൂദോ, എന്താണോ ഈ സമയത്ത്? കൃഷ്ണേട്ടന്റെ കട വരെ വന്ന അപ്പഴാ അറിഞ്ഞത് ഇന്ന് മെഹറിനെ കാണാൻ ആരൊക്കെയോ വന്നെന്ന്. എന്തായിക്കാം, അവരെന്തു പറഞ്ഞു? എന്തു പറയാൻ, വന്നവര് നല്ല ആൾക്കാരായതുകൊണ്ട് ഒന്നും പറയാതങ്ങ് പോയി. ഒന്നോർത്താ നന്നായതാവൂതെ. മര്യാദയും ബഹുമാനവും ഇല്ലാത്തൊരു കുടുംബത്തിലേക്ക് എന്റെ മോളെ പറഞ്ഞേക്കേണ്ട വന്നില്ലല്ലോ. സാരമില്ല, പടച്ചതും പടപ്പിക്കുന്നതും പടച്ചോനാണെങ്കിൽ പടച്ചിട്ടുണ്ടാവും ഒരിടത്ത്. ഇക്ക ഒന്ന് സമാധാനപ്പെടും. അല്ലിക്ക, ഇപ്പൊ ഒത്താലി ഒരു ആലോചന ഉണ്ടെന്നില്ലേ, അതെന്തായി? നാളെ പറയാന്നാ പറഞ്ഞത്. എന്തായാലും ചന്തവരൊന്ന് പോയി നോക്കണം. പടച്ചോൻ കൈവിടില്ലേക്ക. ആ, എന്തായാലും തന്റെ കുടിയിരിപ്പ് സമരം സമരമൊന്നും അല്ലിക്ക, ഒന്നിനും ഒരു താല്പര്യമില്ലായ്മ. എന്നെ തനിച്ചാക്കി പോകുമ്പോഴും വയസ്സാം കാലത്ത് കൂട്ടിരിക്കാൻ മക്കളായിട്ട് ആരും തരാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു വിഷമം നോക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ശേഷക്കാലം താൻ സൈന്യമേ ഓർത്ത് കുടിയിൽ തന്നെ ഇരിക്കാനാ? അങ്ങനെയൊന്നുമില്ല. എന്നാല് ഈ ഞായറാഴ്ച താൻ പണിക്കുക. നമ്മുടെ അബ്ദുള്ളയുടെ മകന്റെ കല്യാണപ്പണിയാ. വരായിക്ക. ആ, തനിക്ക് കുടിക്കാൻ വല്ലതും വേണോ? വേണ്ടിക്ക, കഞ്ഞിയും വേറും കഴിച്ചിട്ട് വരുന്ന വഴിയാ. ഓ, ഹവായേ, എനിക്കൊരു മുന്ത വെള്ളം ഇങ്ങെടുത്തു. ഏയ്, ഇത്ത അവിടെ ഇരുന്നു. ഇത്ത ഞാനെടുത്തോണ്ട് വരായിക്ക. ഓ, أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. എന്തേ, നിന്നൊക്കെ ദൂരമുള്ളവരൊക്കെ നേരത്തെ എത്തിയല്ലോ. തൊട്ടപ്പുറത്തുള്ള നിനക്കെന്താ ഇത്ര താമസം? ഞാൻ കിതാബ് എടുത്ത് നേരത്തെ ഇറങ്ങിയത് ഇത്താത്ത. അപ്പഴാ ഉമ്മ പറഞ്ഞേ ഇതും കൂടി ഇവിടെ കൊടുക്കാൻ വേണ്ടിട്ട്. അതാ ഞാൻ വൈകിയത്. എന്താ ഇത്? ഇത്താത്തനെ പള്ള കാണാൻ വന്നതിന്റെ മധുരപ്പങ്കാന്ന് പറയാൻ പറഞ്ഞു.
കൊണ്ടുപോയി കൊടുത്തിട്ട് വാ. നിങ്ങൾ ഒതുക്കേ. പോയി പേടിച്ചു പോയോ? എന്താ ഇത്? ഞാനൊരു രഹസ്യം പറഞ്ഞാലേ ഇത്താത്ത ആരുടെങ്കിലും പറയോ? അറിയില്ലാട്ടോ. എന്താ? അതെ, എന്റെ ഇത്താത്തയെ ഒരു കുഞ്ഞുവാവിനെ വിഴുങ്ങി. ആണോ? ഇത്താത്തയുടെ പള്ളേ കിടപ്പുണ്ട്. അല്ലോ, ഞമ്മളാരോടും പറയില്ലാട്ടോ. നിന്റെ പഴംപുരാണം ഇതുവരെ കഴിഞ്ഞില്ലേ? റബ്ബേ, ഈ ഫസീലാത്ത എന്നെ വിടുന്നില്ല ഇത്താത്ത. വർത്താനം പറയാൻ പിടിച്ചു നിർത്തിയേക്കുക. ഡീ പെണ്ണോള് കൊള്ളാലോ. അങ്ങനെ കുഴപ്പമൊന്നുമില്ലേക്കപ്പോ? കഴിഞ്ഞെങ്കി പറ. അലക്കാൻ തന്നാ മുഴുവൻ തുണി ഞാൻ അലക്കി തീർത്തു. ഇനി നിന്റെ പള്ളയിലിരിക്കുന്ന പാപ്പയുടെ കുപ്പായം കൂടെ തന്നാ എന്റെ മുഴുവൻ പണി തീർന്നാനെ. ഇരിക്കുന്ന പോത്താലിയില്ലേ ഇവിടെ ഉണ്ടായിരുന്നിക്ക. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി തോന്നുന്നു മൂത്രമൊഴിക്കാൻ. ഞാനൊന്ന് പോയിച്ചു വരാം. അല്ല വല്ലതും പറയണോ? മോക്കൊരാലോചനയും കൊണ്ട് വന്നായിരുന്നു പോത്താലി. അതെന്താന്നറിയാൻ വന്ന സാരില്ല, ഞാൻ കണ്ടോളാം. അവനിപ്പോ പോത്താലിയല്ല, ബ്രോക്കറാലിയാ. 450. പോത്താലി എടോ, താനൊരു ആലോചനയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അതെന്താന്നറിയാൻ വേണ്ടി വന്ന നമ്മുടെ മെഹറിന്റെ ഫോട്ടോ കാണിച്ചിട്ട് അവരെന്തോ പറഞ്ഞു. അവർക്ക് പെണ്ണിനെ നിങ്ങളുടെ ചുറ്റുപാടൊക്കെ ഒത്തിരി ഇഷ്ടമായി. അടുത്ത ആഴ്ച ചെറുക്കന്റെ ഇത്താത്തമാര് വന്ന് മെഹറിന് മര്യാദ ചെയ്യാതിരിക്കുക. അൽഹംദുലില്ലാഹ്. അതിനുമുമ്പ് ആ കൊടുക്കല് വാങ്ങലുകള് ഒരു ധാരണയിലെത്തുന്നത് നല്ലതല്ലേ? എന്തായാലും എന്റെ മോളെ ഞാൻ വെറും കൈയോടെ പറഞ്ഞയക്കില്ലല്ലോ പോത്താലി. അതെനിക്കറിയാം. നമുക്കൊരു 3 ലക്ഷം രൂപയും 20 പവനും കൊടുക്കാമല്ലോ അല്ലേ? 650. അവരെന്നോടൊന്നും ചോദിച്ചിട്ടില്ലേക്ക. പെണ്ണിന്റെ മാമയൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഇത്രയും വലിയ തുക ഞാൻ എവിടെ നിന്നുണ്ടാക്കാനാണ്? ഒരു 2.5 10 കൊടുക്കാവോ? 800. കുറച്ചു കാലം കൂടെ തീച്ചൂട് കൊണ്ടാ ചിലപ്പോ എന്നെ കൊണ്ട് പറ്റുമായിരിക്കും. പക്ഷെ വലിയ പ്രായ വ്യത്യാസം ഇല്ലാതെ അവക്ക് താഴെ 2 പേരൂടെ ഇല്ലേ?
എനിക്കത് ഓർക്കുമ്പോഴാ. ഇക്ക, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വർത്താനം വേണ്ട. ഞാൻ അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. നമുക്കൊരു 2-10 സ്വർണവും കൊടുത്തൂടെ? 850. ഈ ആലോചന കൊണ്ടുവന്നപ്പോഴേ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ല അലി. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങനൊരു സംസാരം? ഇതുപോലുള്ള പെണ്ണുങ്ങൾ കുടിയിൽ കെട്ടിപ്പോണെങ്കിൽ കുറച്ച് ശ്രീധരം കൊടുത്തേ പറ്റൂക്ക. കറവ പറ്റിയ പശുവിനെ അലിക്ക് വെട്ടി വെക്കാൻ പറ്റും, പക്ഷെ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ എന്റെ മക്കൾക്ക് കൊടുക്കുന്നത് വൈക്കോലും പിണ്ണാക്കൊന്നുമല്ല, നല്ല അരിയാഹാരമാണ്. ഇതുവേ ലേലം എത്രയ്ക്കാണോ പോയത്? 1000 പോയത്. ആ കോഴിക്കടക്കാരൻ നസീറ എടുത്തേ. ഇപ്പൊ എല്ലാം ഒരുതരം കച്ചവടം തന്നെയാ. അല്ലാ. ഫസില, ഇന്ന് നേരത്തെ കഴിഞ്ഞോ? കഴിഞ്ഞില്ല, ഇന്ന് നേരത്തെ ഇറങ്ങിയതാ. എന്തു പറ്റി? മുബീനാത്ത വീട്ടിലൊറ്റയ്ക്കാ. വാപ്പയും അമ്മയും മെഹർത്താനെയും കൂട്ടി തങ്ങള് വാപ്പാടെ വീട്ടിൽ പോയിരിക്കാ. അല്ല, വാപ്പ പോത്താലിയെ കാണാൻ പോട്ടെന്തായി? സ്ത്രീധനം എന്തോ കൂടുതൽ ചോദിച്ചു, ശരിയായില്ല. പടച്ചതും പഠിപ്പിക്കുന്നതും പടച്ചോനാണെങ്കിൽ പടച്ചിട്ടുണ്ടാവും ഫസില ഒരിടത്ത്. എന്നാ എന്താ ഇത്? ഒരാത്തച്ചക്കയാ, എന്റെ വീട്ടിൽ നിന്ന് പറിച്ച പച്ചയാ. കുറച്ചു ദിവസം എടുക്കും പഴുക്കാൻ. എന്നാ പൊക്കോട്ടെ. കൃഷ്ണേട്ടാ, 2 മുട്ട. 2 മുട്ട. ഒരു കൂടി ചന്ദനത്തിന് 10 പോരാ? ആ, പിന്നെന്താ മതി. എത്രയായി? 20 രൂപ. ചേട്ടാ, ഈ തങ്ങൾ വാപ്പയുടെ വീട് എവിടെയാ? ആ കാണുന്നില്ലേ? അതെ. ശരി ശരി. വേഗം വാ. മുട്ടയും ചന്ദനത്തിലേക്ക് ഒരുപാട് പോയാ. ഏതായാലും തങ്ങള് വാപ്പയെ കൊണ്ട് ജീവിക്കുന്നത് കൃഷ്ണനാ. അതാണ് മതസൗഹാർദ്ദം. ദേക്കമ്മ, നിങ്ങൾ ഈ സാധനം വാങ്ങാൻ വന്ന സാധനം വാങ്ങിട്ട് പോയാൽ മതി കേട്ടാ. കൃഷ്ണ, എന്താ നിന്റെ ഈ ഉണക്കക്കടയിലേ തിക്കുന്നതിനൊക്കെ വെള്ളിയാഴ്ച മാത്രം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലേ ഞങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ. അത് നീ മറക്കണ്ട. അല്ല പിന്നെ അക്കാമച്ചടിത്തിയെ വെറുതെ ഇല്ലാവചനം പറഞ്ഞു വരുത്തണ്ട. തങ്ങൾ പറഞ്ഞാലേ കൂടോത്രം ചെയ്ത് നശിപ്പിച്ചോളെ. പിന്നെ ഈ കാണുന്ന മക്കാവിന്റെ വാതിക്കലേ പണ്ട് കിതാബും ചരടും വിറ്റുന്ന ജമാലായി ഇപ്പൊ ഈ തങ്ങൾ. ആ, എല്ലാരും ഉണ്ടല്ലോ. കൃഷ്ണ, ഒരു മുട്ടയും ഒരു തേങ്ങ. എന്താ വലുതേ? ഇന്ന് വരാൻ പറഞ്ഞിരുന്നോ തങ്ങൾ വാപ്പ? ആ, മേഘനെയും കുട്ടി ഒന്ന് വരാൻ പറഞ്ഞു. ഹൗവ, വേറെന്തൊക്കെയാ തങ്ങൾ വാപ്പ പറഞ്ഞ? 2 മുഴം ചരടും 2 ചന്ദനത്തിരി. ആ, ചന്ദനത്തിരി, ചരട്. ആ, വേറെന്താ? വാപ്പ വെള്ളം. ആ, അതെടുത്തോ. എല്ലാം കൂടെ ഒന്ന് നോക്കിയേ. എത്രയായിടും? 62. കുറിച്ചോ? ആ, വാ. മക്കളുടെ കല്യാണം നടക്കാൻ മന്ത്രവാദം നടത്താൻ വന്നതാണെന്ന് തോന്നുന്നു. കെട്ടിയോളും. ആ, ഇന്ത്യയായിട്ട് കൈ മന്ത്രവാദം കൂടെ ഉള്ളൂ പരീതിന്. തങ്ങൾ വാപ്പ കല്യാണേ.
പാതിരയ്ക്ക് ശേഷം ഈ മത്തങ്ങ കൊണ്ട് ഈ കടലിലിടണം. തിരിഞ്ഞു നടക്കുമ്പോ ഇബിലീസുകളുടെ പല അപശബ്ദങ്ങളും കേൾക്കും. തിരിഞ്ഞു നോക്കരുത്. ഇല്ല പാപ്പ. മൊഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കറാമത്ത് കൊണ്ട് എല്ലാ ബലാമുസീബത്തും മാറിക്കിട്ടും. ദാ. എന്താ മെഹ്റെ, നമുക്കൊരു നിക്കാഹൊക്കെ ശരിയാക്കണ്ടേ? ആലോചനകളൊക്കെ പല സ്ഥലത്തുനിന്നും വരുന്നുണ്ട് പാപ്പ. പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നോ? ഓ, മുട്ടയും തേങ്ങയും ഞാൻ മന്ത്രിച്ച് വെച്ചേക്കാം. ഓ, 2 ദിവസം കഴിഞ്ഞ് പരിധി വഴിവാ. വരാം പാപ്പ. ഇപ്പോ ഞാൻ ഈ നൂല് മന്ത്രിച്ചു തരാം. ഓ, ഈ ചരട് ദേഹത്ത് കിട്ട്. ബാക്കിയെല്ലാം ഷെയ്ഖിന്റെ കറാമത്ത് കൊണ്ട് പടച്ചോണ്ടാണ്. ഇൻഷാ അല്ലാഹ്. പാപ്പ, ഈ വെള്ളം കൂടൊന്നും മന്ത്രിച്ചു തരണം. എന്താടോ, സൂക്കട് കുറവില്ലേ? ഇല്ല, രാത്രിയില് ഉറക്കവും ശരിയാവുന്നില്ല. നോക്കാം, വൈകിട്ടിറങ്ങ്. കൊടുക്ക. അസ്സലാമു അലൈക്കും. ദാവൂദേ, ദാവൂദേ. ഇവിടൊക്കെ തന്നെ ഉണ്ട് തലാവേ. രാവിലെ തന്നെ നല്ല പണിയിലാണല്ലോടു. എന്താ കോള്? ഞണ്ടാണിക്കാ വേണോ? വേണ്ട, ഞണ്ട് കറാഹത്തല്ലേ. വീട്ടിൽ കൊണ്ടുവന്ന ഹവയ്ക്ക് ഹറാമു. ഇക്കായ്ക്ക് 100 ആയസയ്ക്ക. എന്താടു? നിങ്ങളുടെ കാര്യം പറഞ്ഞ് ഞാനിപ്പോ ഫോൺ വെച്ചതേ ഉള്ളൂ. അല്ല, ആരോടാ നീ ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞത്? വടശ്ശേരിയിൽ എന്റെ കൊച്ചാപ്പായോടാ. എന്താ കാര്യം? അത് കൊച്ചാപ്പാക്കൊരു മോനുണ്ട്, അബ്ദുള്ള. അവനൊരു പെണ്ണിനെ വേണം. പക്ഷെ അവനൊരു കുഴപ്പമുണ്ട്. അത് അവനും എന്നെ പോലെ ഭാര്യ മരിച്ച പാർട്ടിയാ. ഈ ഇത്തയ്ക്ക് ഇക്കായ്ക്കും പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമുക്കതൊന്നും ആലോചിച്ചാലോ? അല്ല, അത് താനവരോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഇക്ക അവളേക്കാ ചന്തം കുറവാ അവന്. ഇപ്പൊ അവന്റെ പേടി അവന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവന്ന്. അത് പിന്നെ ഇത്ര ദൂരമായതുകൊണ്ടൊരു എന്തായാലും അവരൊന്നൊന്ന് കാണട്ടല്ലേ. ഞാൻ പറയാറില്ലേക്ക, പടച്ചതും പടപ്പിക്കുന്നതും പടച്ചോനാണെങ്കിൽ പടച്ചിട്ടുണ്ടാവും ഒരിടത്ത്. അവന്റെ അമ്മായിമാരോടും ഉമ്മയോടും വൈകുന്നേരം 3 മണിയാകുമ്പോ വരാൻ പറയാം. തയ്യല് കഴിഞ്ഞ് ഫസീല പോകുമ്പോ അവരെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പറ. അല്ല, അപ്പോ നീ ഉണ്ടാവില്ലേ? അവരുടെ കൂടെ ഞാനും വന്ന കഥയും പറഞ്ഞു കൂടുവയ്ക്കാം. ചന്തയ്ക്ക് പോക്ക് നടക്കൂല. അല്ല, നീ ഇല്ലാതെ നാളെ എന്റെ സൈനബയുടെ 40ലേക്കാ. അതുകൊണ്ടാ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഞാൻ ഫസീലയോട് ഇങ്ങോട്ട് വരാൻ പറയാം. ശരിക്കാ.
ചോദിച്ചത് കേട്ടില്ലേ? അവര് വന്നില്ലേ? അവര് വരില്ല ഉമ്മ. ഈ കാര്യം പറയും ഫസീല. എന്താ അവര് പറഞ്ഞേ? അവർക്ക് അവിടെ അടുത്ത് ഏതോ ഒന്ന് ശരിയായിട്ടുണ്ടെന്ന് ഓക്കെ പറയാൻ പറഞ്ഞു. അല്ലെങ്കിലും ഒന്നോർത്താല് അത് തന്നെ ഇപ്പൊ നല്ലത്. ദാവൂദിനോട് ഞാൻ ആദ്യം പറഞ്ഞതാ ഇത് വേണ്ടെന്ന്. നിങ്ങളുടെ ഉമ്മയെ കെട്ടിയപ്പോ തന്നെ ഒത്തിരി ദൂരത്ത് നിന്ന് കിട്ടുന്നതിന്റെ പൊല്ലാപ്പ് അനുഭവിച്ചവനായി ഞാൻ. കല്യാണം വന്നാലും മരണം വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഓട്ടം തന്നെ ഒരു പൊല്ലാപ്പ. അതുകൊണ്ട് നന്നായി. അല്ല, നിങ്ങൾ എന്താ വിചാരിച്ചേ? അയാൾക്ക് കെട്ടിച്ചു കൊടുത്ത ഞാനങ്ങ് കൂടെ പോകുന്ന? പഠിച്ചോനെ, എന്റെ കൂടെ വാപ്പ. അതൊന്നുമേ കൂടാതെ ഓരാണ്ട് കാലം പോറുത്ത് നടന്നോവർ കളവ് പറയൂല എന്നും ചൊന്നാരെ കള്ളന്റെ മല്ലിച്ചീര പുതിന. അസ്സലാമലൈക്കും. വാലൈക്കും സലാം. ദാവൂദോ? ഫസീല, ഒരു കസേര എടുത്തിട്ടെ. ഇരിക്കടോ. തെറ്റെന്റെ ഭാഗത്താ. താൻ വല്ലതും കഴിച്ചായിരുന്നോ? എന്നോട് മാപ്പാക്കണം. നല്ല ചാള ഇട്ടുടച്ച കപ്പയുണ്ടോ? എടുക്കട്ടെ. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ചാള ഇട്ട് കപ്പയുടയ്ക്കാൻ അവയ്ക്ക് നല്ല കൈപ്പുണ്യ. ഇങ്ങനെയൊരു സാഹചര്യത്തില് ഇക്കടെ മുമ്പിൽ വന്നിരിക്കാൻ എനിക്ക് സാധിക്കില്ലേക്ക. എന്തായാലും താനിച്ചിരി അടിക്കിട്ട് പോയാ മതി. വാടോ. എന്താടോ? നിക്കാന്നൊക്കെ പറയുന്നതൊരു വിധിയല്ലേ? എന്താണോ? എനിക്ക് പൊരുത്തപ്പെട്ടത് അനുഭവിക്കാൻ ഒന്നും മനഃപൂർവ്വമല്ലായിരുന്നു. സാരമില്ലടോ. താനല്ലേ പറയാറ്, പഠിച്ചതും പഠിപ്പിക്കുന്നതും പഠിച്ചനാണെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും. വേഗം ഒന്ന് വന്നേ.
ഇറച്ചിക്ക് അല്പം മൂപ്പ് കൂടുതലാ. വെട്ടി വിൽക്കണമെങ്കിലേ ഇപ്പൊ വിൽക്കണം. ഇതേ പോത്താലി, അതിനെ തൊട്ട് കളിക്കണ്ട. അത് ഉള്ളാളിലെ നേർച്ചാടാ. എന്ത് നേർച്ചയാടാണെങ്കിലും ഒരു പ്രായം കഴിഞ്ഞാൽ നിർത്തരുത്. ഒന്നുകിലേ കിട്ടിയ വിലക്ക് കൊടുത്തേക്കണം, ഇല്ലെങ്കിൽ വെട്ടി വിറ്റേക്കണം. കുറിച്ചോടോ. ഒന്നുകൂടി ശരിയാവുന്നില്ലല്ലേ പരീരെ? മേറിനാണെങ്കിൽ ഈ ദുൽഹജ് വരുമ്പോ വയസ്സ് 30 തികയും. അവക്ക് തൊട്ട് താഴെ മുമ്പേനെയും ഫസീലയും നിൽക്കുമല്ലേ പപ്പ. അതോടെ ഓർക്കുമ്പോ വിഷമിക്കാതിരിക്കുകയെ നമുക്ക് വഴിയുണ്ടാക്കാം. ഓ, യാ ശൈഖ് വലിയുള്ളാഹ്. തീയിലേക്ക് എറിയണം. എല്ലാ ശറുകളും ഇരിഞ്ഞു പോകട്ടെ. നിക്കാഹ് ശരിയായാൽ ഒരു കുത്രാത്തി നടത്തണം. പിന്നെ ഇന്നു മുതൽ കരിങ്കോഴിയെ നേർച്ച നെയ്ത്താക്കി നിർത്തുകയും വേണം. ഷെയ്ഖിന്റെ കറാമത്ത് കൊണ്ട് എല്ലാം ശരിയാവും. കൃഷ്ണ, 2 കിലോ പച്ചരിതാ. പച്ചരി തീർന്നിരിക്കാ പരീത, വൈകിട്ട് വരും. അല്ല, തങ്ങള് വാപ്പ എന്ത് പറഞ്ഞു? ഒരു മുട്ട മന്ത്രിച്ചത്, പിന്നെ ഒരു കരിങ്കോഴി നെയ്യത്താക്കാൻ പറഞ്ഞു. ഇനി അതൊരെണ്ണം വാങ്ങണം. ആയിക്കോട്ടെ. ശരി. ചെല്ലി പരീതിന്റെ വീട്ടിലെ പെമ്മക്കൾക്ക് മാത്രമല്ല 20 കോഴിക്ക് ഉറക്കം കാണത്തില്ല. വന്നല്ല തുടങ്ങിയിട്ടുണ്ട് രാവിലെ. ഒന്ന് നിർത്തിക്കൂടെ നിങ്ങൾക്ക്? കുറെ കാലമല്ല പാവങ്ങളുടെ പച്ചയിറച്ചി തന്നെ തുടങ്ങിയിട്ട്. ഇറങ്ങിക്കോളും രണ്ടും. നാണമില്ല. ദാവൂദൊന്നും വേണ്ടേ? ഒന്നും വേണ്ടേട്ടാ, ഇവരെയൊക്കെ കടയിൽ കയറ്റായിരുന്നാ മതി. ആശങ്ങള് അല്ല, ഇവനെന്തിന്റെ തൂക്കേടാണ്? ആന്ന് ഇവനല്ലോ പറഞ്ഞ. ഇവനെന്തിനാ നമ്മളെ നോക്കിട്ട് ഇതല്ല കൂത്തു. അക്കാമ്മേ, ഈ ദാവൂദിനെ കുറിച്ച് പറയാനാണെങ്കിലേ കുറച്ചുണ്ട്. ഇനി അവന്റെ മെക്കെട്ട് കയറിക്കോ. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? രണ്ടുപേരും സ്ഥലം വിട്ടെ. പോയെ അയ്യടാ, ഇറങ്ങിക്കോളും രണ്ടും. ഈ കൃഷ്ണനും ആളി ശരിയല്ല. എന്തൊരു മാരണങ്ങളാണത്. കൃഷ്ണേട്ടോ, ബെസ്റ്റ് കക്ഷികളാരാണ്ടെണ്ണോ നമ്മുടെ കടയുടെ മുന്നിൽ വന്നിട്ടാണെന്നേ പരദൂഷണം മുഴുവനും. കൊള്ളാം. എന്താടോ ഇത്? സിഡി, കല്യാണ സിഡി. കല്യാണ സിഡിയോ? കല്യാണവും കഴിഞ്ഞ് അവള് ഗർഭിണിയുമായി ഇന്നത്തേക്ക് 7-ാം മാസമാ. അപ്പോഴാണോ കല്യാണ സിഡി കൊണ്ട് വരുന്നത്? അത് പിന്നെ കുറച്ച് ബിസി ആയി പോയി. ഈ എഡിറ്റിംഗ് എന്ന് പറയുന്നത് പിന്നെ കുറച്ച് സമയം എടുത്ത് ചെയ്താലേ ശരിയാവുള്ളൂ. അതുകൊണ്ടാ കുറച്ച് ലേറ്റ് ആയത്. പൈസ ഇട്ടിരുന്നെങ്കിൽ. പൈസയാ? തരില്ല. പൈസയും മേടിച്ചു വരാനാ ഫൈസലിക്ക് പറഞ്ഞത്. സിഡിക്ക് വേണ്ടി ഞങ്ങൾ കുറെ വിളിച്ചതാ. ഇനി പൈസക്ക് വേണ്ടി ഇതിന്റെ ഫൈസലിക്ക കുറച്ച് വിളിക്കട്ടെ, അപ്പൊ ആലോചിക്കാം. വന്നിരിക്കുന്നവൻ
ബീലിക്കുപ്പായത്തിൽ സമയം കാണാൻ നല്ല രസമുണ്ടല്ലേ? തായറാത്ത നല്ല ചെത്തുന്നുണ്ട്. നമ്മളെ കുറ്റം പറഞ്ഞവരാ, നോക്കി ആരാ ചെത്തുന്നത്. ചെയ്യലുണ്ടല്ലേ ഇതില്? ഇനി സ്കൂളിൽ നിന്ന് വന്നാ ഇത് തന്നെ കണ്ടോണ്ടിരിക്കുന്ന ഉറപ്പാ. ആരാണോ ഇതെല്ലാം കാണിച്ചു കൊടുക്കണോട്ടോ. നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ടൗണിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങാനേ, അതാ താമസിച്ചത്. എന്താ ഇത്ത അകത്തൊരു പെരുന്നാൾ പോലെ? സമ്മമോളുടെ കല്യാണ സീഡി കിട്ടി, അത് കാണുക. അത് ശരി, നമ്മളെയൊക്കെ കാണിച്ച? ഇല്ല, ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. വേണ്ട വേണ്ട, അവിടെ ഇരുന്നോ, പിന്നെ വരാം. ഇപ്പൊ കേറിയാലേ കച്ചവടം ഒന്നും നടക്കില്ല. ഇതൊന്നും നോക്കിയേ. എവിടെ നോക്കട്ടെ. കൊള്ളാം, ഇത് മതി. പൈസ 2 പ്രാവശ്യമായിട്ട് തരാം. അതൊന്നും കുഴപ്പമില്ലത്താ. അല്ല, പരീതിക്കാനും വീട്ടിൽ ആരും ഇല്ലേ? വീട് അടച്ചിട്ടിരിക്കുകയാണല്ലോ. പരീതിക്കേ ഹവാത്തേയും തങ്ങളുവാപ്പ എന്തോ കാണാൻ പോയി. ഓ, അത് ശരി. ആ, ഞങ്ങളിവിടെ ഇവിടെ ഉണ്ടായിരുന്നാ? ഉമ്മ പൈസ വല്ലതും തന്നെ ഏൽപ്പിച്ചോ? ഇല്ല, അടുത്ത ആഴ്ച തരാന്ന് പറഞ്ഞു. ആ, ശരി ശരി. അതിനകത്ത് കേറുന്നില്ലേ? ഇല്ല, പോട്ടെ. ഇനി കുറച്ചും കൂടെ വീട് കയറാനുണ്ട് മോളെ. ശരി. എന്റെ റബ്ബേ, ഇനി എന്നാ ഈ കുട്ടികളുടെ കല്യാണം ഒന്ന് കാണാൻ പറ്റുക? മെഹർ ഓദിച്ച കുട്ടിയല്ലേ സാമ? ഇതിപ്പോ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു, ഒരു കുഞ്ഞും ആകാറായി. എന്തൊരു വിധിയാ റബ്ബേ. ഇസ്ലാം കാര്യം മഞ്ചാണ്, അവകൾ അറിയൽ പറുതാണ്. ഈമാൻ ഇസ്ലാം അറിയില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. ശരി, നിങ്ങൾ പോക്കോ, ഇന്നത്തേക്ക് പോക്കോ. അല്ല, നീ എവിടെ പോന്ന്? അവിടെ ഇരി, എഴുതി തീർന്നിട്ട് പോയാ മതി കേട്ടാ. കള്ളം പറയല്ലേ, സത്യം ചെയ്യാലോ. വാപ്പില്ലേ മോളെ? ഉണ്ടല്ലോ. ഞാൻ വിളിക്കാം. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഇരിക്ക്. എല്ലാരും ഉണ്ടല്ലോ. എന്താ ആചാരെ വിശേഷിച്ച്? ഞങ്ങൾ പരീതിനൊന്ന് കാണാനും ഒരു സഹായം ചോദിക്കാനും വേണ്ടി വന്നതാ. ഓ, സഹായോ? എന്നോടോ? ആ, നമ്മുടെ സഹചാരിയായ കൂട്ടം ഒരു സമൂഹ വിവാഹം നടത്തുന്ന കാര്യം നിനക്കറിയാലോ. ഈ മാസം 27 പരിപാടി. ഓ, അതിലേക്ക് ബിരിയാണി വെക്കാൻ പരീത് മതിയെന്ന കമ്മിറ്റിയുടെ തീരുമാനം. അതിനെന്താ, നിങ്ങൾ പറഞ്ഞാ മതി. ആ, പിന്നൊരു കാര്യം, പൈസ ഒന്നും തരില്ലട്ടാ. അതിനിപ്പോ ആരാ നിങ്ങളോട് പൈസ ചോദിച്ചേ? ആ, എന്നാ പിന്നെ പരീത് സാധനങ്ങൾ ലിസ്റ്റുമായിട്ട് ഓഫീസിലോട്ട് പോരും. ഓ, ഒരു 1000 പേരെങ്കിലും കൂട്ടിക്കോ. പോത്ത് ബിരിയാണി മതിട്ടോ. ഓ, അങ്ങനെ ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അസ്സലാമലൈക്കും. വാലേക്കും സലാം. എന്നാ ശരി.
ഇല്ലാത്ത വർക്കങ്ങള്. അവർക്ക് നമ്മൾ സമൂഹത്തിനുള്ള അപേക്ഷ കൊടുത്തതല്ലേ, എന്നിട്ട് നമ്മളെ മോളെ അവരെ ഓർത്തോ? എന്നിട്ടിപ്പോ വന്നിരിക്കുന്നു വലിയ ഹാജിയാക്കന്മാര് ഓസിന് ബിരിയാണി ഒപ്പിക്കാൻ. നീ ഒന്നും മിണ്ടാതിരി. പിന്നെ പരീതേ, അതെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ? നീ അപേക്ഷ തന്നല്ലേ, നിന്റെ മോളുടെ കാര്യം പരിഗണിച്ചിട്ടുണ്ട് കേട്ടാ. പയ്യനെങ്കിൽ ഗൾഫിലാ, കല്യാണത്തിന് 2 ദിവസം മുമ്പ് എത്തൂ. വൈകുന്നേരം എന്തായാലും ഓഫീസിലേക്ക് ഇറങ്ങ, ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ച് പറയാം. ഇൻഷാ അല്ലാ. ശരി ഹാജിയാരെ. കല്യാണം ശരിയായാല് മൊയ്തീൻ ഷേഖിന്റെ പേരില് കുത്രാത്തീപ് നടത്താന്ന് ഞാൻ നേർച്ച നെയ്യത്താക്കിയതാ. നമുക്ക് ഇന്ന് തന്നെ നടത്തണം. يا شيخي محي الدين يا كتب محي الدين عبد القادر جيلاني محي الدين محي الدين يا شيخي محي الدين يا كتب محي الدين عبد القادر جيلاني لا إله إلا الله 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 لا നടക്കും, നിക്കാഹ് നടക്കും, അവൻ വരും, നിക്കാഹ് നടക്കും, നടക്കും. നാട്ടുകാര് പെമ്പിള്ളേരുടെ മുഴുവൻ പേരെടുത്ത് കിടക്കുന്ന ഹൗവാ ബീബിക്ക് സ്വന്തം മക്കളുടെ പേരെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അതെന്താക്കമ്മ അങ്ങനെ പറഞ്ഞേ? പരീതിന്റെ മക്കള് പറഞ്ഞെങ്കിൽ കല്യാണം കഴിക്കേണ്ട ഒരു രസിയ. കൃഷ്ണ പരീതേ, കണക്കൊന്നും നോക്കിയിടും. അത് നോക്കി വെച്ചേക്കുവാ. 752. ഇൻഷാല്ലാ നാളെ തരാം. ഇപ്പൊ ഒരു ഉണ്ണിയപ്പവും അച്ചപ്പവും. ഉണ്ണിയപ്പം അച്ചപ്പം. അല്ല ഒന്നിച്ചു തന്നാ മതി. ഇതിന്റെ പൈസ രൊക്ക ഇരിക്കട്ടെ. ശരി ശരി. പിന്നെ 2 ദിവസം കൂടെ ഉള്ള കല്യാണത്തിന്. ആഹാ, അപ്പോ പയ്യൻ ഗൾഫിൽ നിന്ന് വന്നോ? നാട്ടിലെത്തിയിട്ടുണ്ട്. ഇന്ന് വീട് കാണാൻ വരും. എല്ലാരെയും വിളിക്കുന്നില്ല, വേണ്ടപ്പെട്ടവരെ മാത്രമേ വിളിക്കൂ. അത് മതി. താൻ തീർച്ചയായിട്ടും ഒന്ന് വന്നേക്കണം. അറിയാലോ വേറെ ആരും ഇല്ല. ഞാനുണ്ടാവും പരീതേ. തലേന്ന് തന്നെ ഞാൻ അവിടെ എത്താം. പോരെ? വേണ്ട സാധനങ്ങളെ ചീറ്റിങ് ഞാൻ അവിടെ എത്തിച്ചേക്കാം. പോട്ടെ. നമുക്കിട്ടൊരു കുത്തുകുത്തിയിട്ടാണല്ലോ പോക്ക്. അതെ, നമ്മളെയൊക്കെ ആര് വിളിക്കേ? വിളിച്ച തന്നെ ആര് പോവാൻ? ഇനിയിപ്പൊ കൃഷ്ണന്റെ ഉണ്ണിയപ്പത്തിനും അച്ചപ്പത്തിനും ഏതായാലും പഴയ പോലെ കച്ചവടം ഉണ്ടാവും തോന്നുന്നു. പറഞ്ഞിട്ട് കാര്യം.
എന്റെ അല്ലേ നിക്കാഹ്, അവളുടെ അല്ലല്ലോ. അവള് കൊടുക്കടി, അവള് കുഞ്ഞല്ലേ. കേറുവാനെ ബിസ്മില്ലാ. ഇരിക്കെ. അല്ല, മോൻ ഗൾഫിൽ നിന്ന് ഇന്നലെ എത്തിയോ? അതെ ബാബ. എന്താ അവിടെ വിശേഷം? അൽഹംദുലില്ലാ. ഹവ്വാബി, അവളെ ഇങ്ങ് വിളി. വേണ്ടുമ്മ, അവളവിടെ നിന്നോട്ടെ. ഒരുപാട് പേര് മുമ്പില് വേഷം കെട്ടി നിന്നല്ലേ, പാവം. എന്നാ നീ ചായ ഇട്. പിന്നെ വാപ്പ, ഞാൻ വിശ്വസിക്കുന്നത് ഈ നിക്കാഹൊക്കെ കരാറ് ചെയ്യപ്പെടുന്നത് പെണ്ണിന്റെ വാപ്പയോടാണ്. നിങ്ങൾക്ക് എന്നെ ബോധ്യായെങ്കിൽ, അവൾക്ക് എന്നെ ഇഷ്ടമായെങ്കിൽ എനിക്കത് മതി. പിന്നെ ഇപ്പൊ ഞാൻ വന്നത് പെണ്ണ് കാണാനൊന്നുമല്ല, നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാമല്ലോ എന്ന് കരുതിയ. വാപ്പ, പിന്നെ നിക്കാഹ് കഴിഞ്ഞ മെഹറിനെ ഞാൻ ദുബായിക്ക് കൊണ്ടുപോകും. അതിന് മാത്രം വാപ്പ എതിരൊന്നും പറയരുത്. എവിടെയായാലും നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചാ മതി. സത്യം പറഞ്ഞ ഇത്രയും കൊല്ലം ഒറ്റത്തടിയായി ജീവിച്ച് മടുത്ത്. ഇപ്പൊ തോന്നുന്നു കൂട്ടിനൊരാള് വേണമെന്ന്. അതിന് സൗന്ദര്യമുള്ള ഒരു പെണ്ണിനല്ല, നല്ലൊരു മനസ്സുള്ള പെണ്ണിനാ വേണ്ടത്. ഈ മെഹറിന് താഴെ വാപ്പയ്ക്ക് 2 പെൺമക്കളല്ലേ ഉള്ളത്? അതെ മോനെ. ഈ നിക്കാഹ് കഴിഞ്ഞാ നമുക്ക് അതുകൂടെ അങ്ങ് നടത്തണം. വാപ്പയ്ക്ക് വിരോധമില്ലെങ്കിൽ അവരെയും ഞാൻ തന്നെ കെട്ടിക്കോളാം. എനിക്ക് വിരോധമില്ല, നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ. അയ്യോ, ഉടനൊന്നും വേണ്ട, സാവധാനം മതി. മൂന്നും മൂത്ത് നരച്ച് നിന്നു പോകുന്നതിലും നല്ലതല്ലേ വാപ്പ? പറ, സമ്മതം പറ. മരുമോനെ, എന്തെന്നാ ചൂട് കടക്കട പുറത്ത് ഉമ്മ കടക്കട ഗഫൂറേ, വണ്ടി എടുക്ക്. ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചാൽ ജനിപ്പിച്ച മക്കൾക്ക് ചെക്കനെ കണ്ടെത്തി കെട്ടിച്ചു വിടുന്നതിലല്ല പാപ്പയുടെ തന്റെ ഇടം. പുരയ്ക്കകത്ത് കയറി കണ്ടവന്മാരെ പെമ്മക്കളെ കുറിച്ച് അനാവശ്യം പറയുമ്പോ കൈ ഉയർത്തി 2 കൊടുക്കാൻ കഴിയണം. അതിന് കഴിവില്ലെങ്കിലേ ഇതുപോലുള്ള മക്കളെ ജനിപ്പിക്കാൻ വേണ്ടിട്ട് എന്നെ കൂടെ കൂട്ടരുതായിരുന്നു. സമതെ വേഗം ചെല്ലി, 10 മണിക്ക് മയ്യത്ത് വരും. മയ്യത്തെത്തും മുമ്പ് വരില്ലേ? പെരുവഴിഞ്ഞ് ഉടനെ ഞാൻ എത്തും. സമതെ, എന്താ നീ 1 മാസം കുറഞ്ഞത് എത്ര കവർ വെട്ടി? ചില മാസങ്ങളിൽ 10ഉം 15ഉം വരെ വെട്ടിയിട്ടുണ്ടിരിക്ക. അപ്പൊ അത്രയും പേര് നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് തന്നെ 1 മാസം പോകുന്നുണ്ടല്ലേ? അല്ല, സുബൈ കഴിഞ്ഞപ്പോ മുതൽ നിങ്ങൾ ഇരിപ്പാണല്ലോ, എന്താ പറ്റിയേ? ഒന്നുമില്ല, പലപ്പോഴും മനസ്സിലൊരാഗ്രഹം തോന്നിയിട്ടുണ്ട്. ഒരു ദിവസം തന്റെ കൂടെ നിന്നൊരു കബർ വെട്ടണമെന്ന്. പക്ഷേ ഈ മണ്ണിൽ ചവിട്ട് നിന്ന് കബർ വെട്ടാൻ
ചങ്കത്തൊരങ്കലാപ്പ. കൈ പൊങ്ങിലിടോ. ആ ആദ്യമൊക്കെ എനിക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നിക്കാം. ഇപ്പൊ ഇതൊക്കെ ഒരു ശീലമായി. വീട്ടിലേക്കല്ലേ? ഞാനും വരുന്നുണ്ട്. ഈ കൈയും കാലം ഒന്ന് കഴിക്കോട്ടെ, നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് പോവാം. പരിധിക്കാ സമതേ എവിടെയാണ് പടച്ചോനെ വിളിക്കട്ടെ? സുബ്ഹാനല്ലാഹ്. ഇക്ക നിങ്ങൾക്ക് ഭ്രാന്താണോ? ഇങ്ങോട്ട് കേറിക്കേ. സമതേ, കടം കൊടുത്തു വിടാതെയും പെമ്മക്കളെ മാന്യമായിട്ട് നിക്കാഹ് ചെയ്ത് കൊടുക്കാതെയും ഇവിടെ വന്ന് കിടന്നാ ഒരു മനസമാധാനം ഉണ്ടാവില്ലടോ. ഇക്ക നിങ്ങളോട് കേറാനാ പറഞ്ഞത്. ഇല്ലടോ, അതാണ് സത്യം. ഇത് ഞാൻ പറഞ്ഞതല്ല. ഇവിടെ വന്ന് കിടന്നപ്പോ ഈ കബറ് പറഞ്ഞ സ്വകാര്യ. ഇങ്ങോട്ട് കേറി വരാൻ. കേറിക്കേ. ഒരു ദിനം ഒരു യാത്ര, തീരമടക്കമില്ലാത്തൊരു യാത്ര. മെഹറേ, കഴിക്കുന്നില്ലേ? താഹിര വിളിക്കുന്നുണ്ടേ, നിങ്ങൾ കഴിക്കി. വരുന്നേ. എന്താ താഹിറ? അതെ, നാളെ മോളെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കേണ്ട ദിവസം. കാലത്തെ പോണം, അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വിളിച്ചതാ. ഞാൻ മറന്നിട്ടില്ല. വരുന്നു മോളെ. അപ്പൊ നാളെ കാണാം. ശരി. ദാവൂദേ, നമുക്ക് ഇറങ്ങിയാലോ? എന്തോ പറ്റി? ഒന്നുമില്ല. തന്നെ ഞാൻ ഇന്നലെയോ കാണുന്നതല്ലോ. പറയടോ. ഒന്നുമില്ല. ജമാലെ, ഞങ്ങൾ ഇറങ്ങുക. പൊക്കോ. താനോ? എന്റെ എളാപ്പാക്ക് സുഖമില്ലെന്നറിഞ്ഞു. അപ്പൊ അവിടെ ഒന്ന് കയറിച്ച് വന്നേക്കാം. ഓ എടാ ജമാലെ, ഞാൻ ഇറങ്ങാം. ഞാനിതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വരാം. വാപ്പാ,
ആ ദാ കഴിച്ചോ. പാപ്പ വൈകുന്നേരം സമയം കാണാൻ ഞങ്ങൾ ആശുപത്രി വരെ ഒന്ന് പൊക്കോട്ടെ. ആ തനിച്ചു പോകണ്ട, പാപ്പയും കൊണ്ട് വരാം. ഞാൻ ഒന്ന് കുളിക്കട്ടെ. മുബീന നീ കഴിക്കേ. വരുന്നു പാപ്പാ. ഇന്ന് പണിയില്ലായിരുന്നോ? ചെറിയ പണിയായിരുന്നല്ലോ, അതുകൊണ്ട് നേരത്തെ കഴിഞ്ഞ്. താഹിറയുടെ മോൾ ആശുപത്രി പ്രസവത്തിന് കിടക്കല്ലേ, അവളെ ഒന്ന് കാണണം. തന്നെ തപ്പി ഒരു പത്രക്കാരൻ വന്നിരുന്നു. അല്ലോ, പത്രക്കാരനോ? എന്തിന്? അത് പിന്നെ തന്റെ ബിരിയാണിന്റെ കൈപ്പുണ്യം കേട്ടിട്ട് അതിനെക്കുറിച്ച് എഴുതാമെന്നതായിരിക്കും. താൻ പണിയിലായിരിക്കും എന്ന് കരുതി ഞാൻ വൈകുന്നേരം വരാൻ പറഞ്ഞു. നന്നായി. ആ ഫസീല എവിടെ? അവള് തയ്യലിന് പോയിരിക്കുക. ഇത് പോവാ. ഇവിടെ നോക്കാം. ഇവിടെ തന്നെ ആയിരിക്കും. അടുത്തോനെ ഇതാരൊക്കെയാ? വാ വാ ഇരിക്ക്. എന്തിനാ ഇതൊക്കെ? ഇവിടെ വരെ വരുന്നതിന് എന്തിനാ മക്കളെ വാപ്പയെ ബുദ്ധിമുട്ടിച്ചത്? അല്ലെങ്കിൽ തന്നെ വയ്യാത്ത ആള്. ഞങ്ങള് തന്നെ വന്നോളാന്ന് പറഞ്ഞതാ, വാപ്പ സമ്മതിച്ചില്ല. എവിടെ നമ്മുടെ ഉമ്മച്ചിക്കുട്ടി എവിടെ? ഏത് ഉമ്മച്ചിക്കുട്ടിയാ? ഹൗവ ഉമ്മച്ചിക്കുട്ടിയാണോ അതോ? രണ്ടാളും വേല് കായാൻ വരണ്ടി നിപ്പുണ്ട്. കുറച്ചുകൂടി ഇല്ലേ? ഇതൊക്കെ ദ്രോഹാട്ടോ അമ്മച്ചി. ദ്രോഹോ? എന്ത് ദ്രോഹം? കുഞ്ഞാവ വെയിലൊള്ളിക്കുന്നത്. ഇതുപോലെ വെയിലൊക്കെ കൊള്ളിച്ചിട്ട് തന്നെയാ നിങ്ങളെ ഞാൻ പെറ്റത്. ഞങ്ങള് കുറച്ച് കൂടുതൽ വെയിലൊള്ളിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. പാപ്പ വന്നിട്ടുണ്ട്, ഉമ്മച്ചി അങ്ങോട്ട് ചെന്നോ, ഞങ്ങള് വന്നേക്കാം. ചെല്ലേ. നിനക്കല്പ കൂടുന്നുണ്ടോ മുബീന? ആദ്യത്തെ ഞാൻ വെറുതെ തമാശക്ക്. ഇതാണോ തമാശ? വിടന്നേ, ഹവമ്മച്ചി ഇതൊന്നും കാര്യാക്കത്തില്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം ഞങ്ങൾക്കല്ലല്ലോ, നിനക്കല്ലേ. നോക്കട്ടെ. കുഞ്ഞാവ് പുറത്തേക്ക് വരാൻ കയറൂട്ടിക്കാണല്ലോ. നാളെയല്ലേ ഡേറ്റ്? അല്ല, മറ്റന്നാ. അതെ. എന്തു പറയാനാ, എല്ലാം ശരിയോ? സമാധാനായിട്ടിരിക്കേ. ആണുങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കണേ, ഡോക്ടർ ഇപ്പൊ വരും. ഞാൻ പുറത്തോട്ട് നിൽക്കാം.
ഞാനത് കഴിയിട്ട് വരാം. ആ മരുന്നോടി വാങ്ങിച്ചോ. പരീതിക്ക എന്നെ ഓർക്കുന്നുണ്ടോ? എനിക്ക് പിടുത്തം കിട്ടിയില്ല. വെളിമ്പറമ്പിലെ ഇസാക്കിന്റെ മോനാ. എന്റെ നിക്കാഹിന് ബിരിയാണി വെച്ചത് ഇക്കായിരുന്നു. ഇപ്പൊ ഓർക്കുന്നുണ്ട്. എന്താ ഇവിടെ? ഭാര്യയെ പ്രസവത്തിന് കയറ്റിയിരിക്കുക. അപ്പോ ഒരു വാപ്പ ചെയ്യാൻ പോവാ അല്ലേ? അൽത്താഫെ, നീ എന്നെ കടയിലേക്ക് പോയിക്കോ. 2 ദിവസമായില്ലേ കടയിലേക്ക് പോയിട്ട്. ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ശരി എന്നാ ഇക്ക ഞാൻ പോയിട്ട് വരട്ടെ. ഓ, പടച്ചോൻ വേഗം ഹയറാക്കട്ടെ. ആമീൻ. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ ഞാൻ മതി. വിളിച്ചോളാം. പോയിട്ട് വാ മതി. അൽത്താഫിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ താത്ത. അല്ലോ ബാങ്ക് കൊടുക്കണ്ടേ? എന്ത് ചെയ്യും? ഇക്ക, ഞങ്ങളുടെ കുഞ്ഞുമാവയുടെ ചെവിയില് ഒരു ബാങ്ക് കൊടുക്കോ? ഓ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
ഇത് നമ്മുടെ അടുത്ത പ്രദേശമായ തങ്ങപ്പടിയിലെ പരീതിന്റെയും അയാളുടെ 3 പെമ്മക്കളുടെയും കഥയാണ്. പരീതിന്റെ പരാധീനങ്ങൾ. വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന 3 പെമ്മക്കളെ വിശ്വാസത്തോടെ കൈപിടിച്ചേൽപ്പിക്കാൻ ഭൂലോകം മുഴുവനും പരിധി നടന്ന പരീതിന് അവസാനം നാട്ടിലെ സമൂഹ വിവാഹം തുണയായി. വരനെ തെരഞ്ഞെടുക്കുന്നതില് സമൂഹ വിവാഹക്കാർക്ക് തെറ്റുപറ്റി. പരീതിന് നാണക്കേടും. ആരും ഇല്ലാതിരുന്നിട്ട് പോലും എല്ലാരും ആവോളം സ്നേഹവും സഹായവും സഹതാപവും വാരിക്കോരിത്തരുന്ന നിങ്ങളല്ല യഥാർത്ഥത്തിൽ അനാഥര്. മറിച്ച് എല്ലാരും ഉണ്ടായിരുന്നിട്ടും ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത, മനസാക്ഷി കാണിക്കാതെ വേദനകൾ സ്വയം ഉള്ളിൽ ഒതുക്കുന്ന പരീതിനെ പോലുള്ളവരാ യഥാർത്ഥത്തിൽ അനാഥര്. നമ്മുടെ ഈ മതസംഘടനകൾ ഒന്നിക്കേണ്ടത് വിവാഹപ്രായം കുറക്കാനല്ല, മറിച്ച് സ്ത്രീധനത്തിന്റെ പേരിലും മറ്റും വിവാഹം നടക്കാതെ വീടിന്റെ ഇരുട്ടറകളില് നിശബ്ദ നിലവിളികളുമായി കണ്ണീരൊലിപ്പിച്ച് കഴിയണ പെൺകുട്ടികളുടെ കണ്ണീരൊപ്പാനാവണം. പരീതിന്റെ മക്കൾക്ക് നിങ്ങളെക്കാളും പ്രായം കൂടുതലാണ്. വിവാഹത്തിന്റെ പ്രായവ്യത്യാസത്തില് 25ാമത്തെ വയസ്സില് 40 വയസ്സുള്ള ഖദീജ ബീവിനെ നിക്കാഹ് ചെയ്ത മുഹമ്മദ് നബിയുടെ മതമാണ് ഇസ്ലാം. ആ പ്രവാചക ചര്യയിലെ ഒരു സാധുവായ പെൺകുട്ടിക്കും ഓളെ കുടുംബത്തിനും തണലാവാൻ തയ്യാറാണെങ്കിലും മാത്രം നിങ്ങളിൽ ഒരാൾക്ക് മുന്നോട്ട് വരാം. ആ ബാക്കി ഇറച്ചിയും കൂടെ കൊണ്ട് തട്ടുള്ളൂ. അച്ചാറൊന്ന് നോക്കിക്കോണേ. ഇതിന് ഉപ്പ് കുറവാ, ചുപ്പില്ല. എന്തോ ഇതിന് കുറച്ചുകൂടെ മസാല വേണം. പാപ്പ വന്നില്ലേ? ഇല്ലിക്കാം, കടയടിച്ചിട്ട് വരാമെന്ന്. ആ അയ്യാരെ ഇരിക്കട്ടോ. ഞാൻ വരുന്നു. ഹവ്വാ, അവൾ ഒരുങ്ങി കഴിഞ്ഞില്ലേ? പെട്ടെന്നായിക്കോട്ടെ, സമയായി. കൃഷ്ണ, കസേര വേണമെങ്കിൽ കുറച്ച് ഘടിപ്പിച്ചോ. ആളുകൾ വന്നോണ്ടിരിക്കുകയല്ലേ. ഒന്നിനും കുറവ് വേണ്ട. അവള് ഒരുങ്ങുന്നേ ഉള്ളൂ. ഇറങ്ങും. വാ വാ. ഇരിക്കടോ.
2 മാസം ഗർഭിണിയായിരുന്നു പറഞ്ഞു. എന്നാലും ഈ കൊച്ചിങ്ങനെ ചെയ്തു കളയാന്ന് വിചാരിച്ചത്. പരീതിന്റെ മക്കള് വരണമെങ്കില് കല്യാണം കഴിക്കണമെന്ന് ആരാടി പറഞ്ഞേ? ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞേ? പറയടി, ആരാ കുളിക്കാൻ കയറിയതാ. അറിയാലോ, കയറി കഴിഞ്ഞാ പിന്നെ ഒരു ദിവസം ആളിതുവരെ കുളിച്ചിറങ്ങിയില്ലേ? വേഗം ആട്ടും പറ. കുളിച്ചിറങ്ങലല്ല പാട്. ഇറങ്ങിക്കഴിഞ്ഞുള്ള ഈ കൂടൊരുക്കോ. വേഗമാട്ടെ ഹവായേ, ഹവാ. മൈലാഞ്ചിയോടെ പറഞ്ഞ എന്തായി മൈലാഞ്ചി നമുക്കത് പിന്നെ എഴുന്നേക്ക്. ഇഷ്ടമായിരുന്നല്ലോ. പോയി പറഞ്ഞോണ്ടോ, പോയി പറഞ്ഞോണ്ടോ കൃഷ്ണ. ഞാൻ മക്കൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ഒന്നും ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ഇല്ലെങ്കിലും ഞാൻ കൊടുക്കണ്ടേ കൃഷ്ണ? മൈലാഞ്ചി അവർക്ക് വലിയ ഇഷ്ടം. പിടിക്കണ്ട. മോളെ വേറെ കുളിയടിയുമ്പോ ഈ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. മൈലാഞ്ചിയിട്ട് കല്യാണപ്പതിൽ കയറാല്ലേ അപ്പൊക്കെ ഇഷ്ടം. എടുക്കരുത്, മുഴുവനും എന്നെ മോക്ക് തന്നെ ഇട്ട് കൊടുക്കണം. കൊണ്ടുപോ കൊണ്ടുപോ. കുളി കഴിഞ്ഞ് വേഗം ഇറങ്ങാൻ പറ. എന്തായി കാണിക്കുന്ന? ഇന്നലെ എല്ലാരും കൂടെ പോത്ത് ബിരിയാണിയല്ലേ, അത് ഞാൻ ഒറ്റയ്ക്ക് വെച്ചോളാം. ജമാലെ ഉപ്പിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞല്ലേ.
ബിരിയാണി കഴിക്കും. പരിക്കോ എല്ലാരും പൊയ്ക്കോ. പോത്തു ബിരിയാണിയല്ലേ, ഞാൻ വെച്ചോളാം. പൊയ്ക്കോ പൊയ്ക്കോ. മസാല ഇല്ലെന്ന് പറ ജമാലെ. മസാല ഇടണം. അതെന്താ മസാല? മസാല ഇല്ലെങ്കിൽ മസാല ഇടണം. മസാല ഇനി വേറെ കുറച്ചുകൂടെ സ്ത്രീധനം കൊടുക്കാൻ പറ. ഇവക്കിന് ഒന്നും കൊടുക്കണ്ടല്ലോ, അതുകൂടെ അവ കൊടുക്കാൻ പറ. വിളിച്ചു പറ. പരിക്കാം പരിതേ കുടിക്കേ കുടിക്കേ കുടിക്കാൻ കുടിക്ക് പരിതേ കുടിക്കാൻ കുടിക്ക്. തയ്യല് കഴിഞ്ഞ് ഫസീല പോകുമ്പോ അവരെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പറ. ഞാൻ ഫസീലയോട് ഇങ്ങോട്ട് വരാൻ പറയാം. ശരിക്ക. എന്താ ഫസീല, നിനക്കെന്താ പറ്റിയേ? ഇച്ചനോട് മാപ്പാക്കണം. എന്താണ്? എനിക്ക് പൊരുത്തപ്പെട്ടത് അനുഭവിക്കാൻ. പടച്ചതും പടപ്പിക്കുന്നതും പടച്ചോനാണെങ്കിൽ പടച്ചിട്ടുണ്ടാവും. കരയാതെ حسبي ربي لله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله لا إله إلا الله താലോലം താലോലം കുഞ്ഞോളെ എന്റെ താരാട്ടിൽ നീയുറങ്ങൻ മോളെ
കരയല്ലേ മോളെ ചീനുങ്ങല്ലേ, നിന്റെ കുഞ്ഞിക്കാവിൽ തടം പാടല്ലേ. പരിശുദ്ധ പൂവൻ പഴമല്ലേ, റബ്ബ് പിരിശത്തിൽ തന്ന നീതിയല്ലേ. താലോലം താലോലം കുഞ്ഞോളെ എന്റെ താരാട്ടിൽ നീയുറങ്ങിൻ മോളെ. താലോലം താലോലം തേൻമോളെ നല്ല താരിളം കാട്ടിലെ പൂമൈനേ. തേനും പാലൂട്ടാൻ കഴിവില്ല, നിന്റെ തേങ്ങലൊതുക്കാൻ കരുത്തില്ല. മോളെ നിന്റെ ഉപ്പാക്കൊരു ഗതിയില്ല, കൽബിൻ മോഹങ്ങൾ നീങ്ങാൻ വഴിയില്ല. താലോലം താലോലം കുഞ്ഞോളെ എന്റെ താരാട്ടിൽ നീയുറങ്ങൻ മോളെ. താലോലം താലോലം തേൻമോളെ നല്ല താരിളം കാട്ടിലെ പൂമൈനേ. ആശതൻ പൂമാരം തളിരിട്ട് നല്ല ആരംഭ പൈതൽ പിറന്നീട്ട്. നേശത്തിലിൻ മോൾ വളരേണം, എന്നും നേട്ടങ്ങൾ വാരിച്ചൊരിയണം. ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി ഖൽബി ഗൈറുല്ലാ നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. Thank you.